ശ്രീ ഹസ്കർ ചേർന്നിട്ടുണ്ടോ നമ്മോടൊപ്പം? ശ്രീ ഹസ്കർ, സ്വാഗതം. ആദ്യ ഭാഗം അങ്ങ് കേട്ടില്ലെങ്കിൽ അങ്ങേക്കായി ഒരു ചെറിയ ചോദ്യം. ഭീകരവാദത്തെ യുദ്ധപ്രഖ്യാപനമായി കാണാനാവില്ല എന്നാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി ട്രീറ്റഡ് ആസ് എൻ ആക്ട് ഓഫ് വാർ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് വളരെ വൈകി അദ്ദേഹം നൽകിയ മറുപടിയാണ്. പിന്നെ എന്തായി കാണണം സർ? ഒന്ന് ആദരണീയനായ പ്രദീപിള്ള ഒന്ന് മനസ്സിലാക്കുക, ബേബി പറഞ്ഞിട്ടുള്ള പ്രസ്താവനയുടെ മുഴുവൻ രൂപവും നിങ്ങൾ പറയുന്നില്ല എന്നിടത്താണ് ഖേദകരം. ഏതൊരു ഭീകരവാദത്തെയും ഇന്ത്യക്കെതിരായ പാകിസ്ഥാന്റെ ആക്രമണമായി കരുതരുത് എന്നാണ് ബേബി പറഞ്ഞിട്ടുള്ളത്. അതിനെ ഭീകരവാദത്തിനെതിരെയുള്ള ആക്രമണങ്ങളെ അത് നിങ്ങൾ ഭീകരവാദത്തെയും ഇന്ത്യക്കെതിരെയുള്ള ആക്രമണവുമായി ചിത്രീകരിക്കുന്നിടത്താണ് ആദ്യത്തെ വിയോജിപ്പുള്ളത്. ബേബി പറഞ്ഞിട്ടുള്ളത് വളരെ കൃത്യമായിട്ടുള്ള ഇടതുപക്ഷ അനുഭവത്തിന്റെയും ഇടതുപക്ഷ കാഴ്ചപ്പാടിന്റെയും പ്രത്യയശാസ്ത്രത്തിന്റെയും നിലപാട് കൂടിയാണ്. എന്തുകൊണ്ടെന്നാൽ ഇടതുപക്ഷം ഒരു യുദ്ധത്തെയും അനുകൂലിക്കുന്നില്ല. ഈ ലോകത്താകമാനം നടക്കുന്ന യുദ്ധങ്ങളെ ആകമാനം അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളാണ്. നമുക്കറിയാം, പലസ്തീനിലെ ഗസയിൽ അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു, ഇസ്രായേലിനെ ആക്രമിച്ചത് കൊണ്ട് തിരിച്ചടി. ഏതൊരു ഭരണാധികാരിയുടെയും നിലനിൽപ്പിന്റെ പ്രശ്നമാണ് യുദ്ധം. അത് ചരിത്രം മുഴുവൻ പരിശോധിച്ചു കഴിഞ്ഞാൽ, ലോക ചരിത്രം ആരംഭിക്കുന്നിടത്ത് നിന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി നമുക്കതിന് ഉത്തരമുണ്ട്. ഭരണാധികാരിയുടെ നിലനിൽപ്പാണ് എല്ലാ കാലത്തും യുദ്ധമായി പര്യവസാനിച്ചിട്ടുള്ളത്. ആ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് സാധാരണ മനുഷ്യരാണ്. ഇന്ന് ഗസയിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ കൊന്നു വീഴുമ്പോഴും അവിടെയും നാം കാണും ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടന നടത്തിയിട്ടുള്ള ഇടപെടലുകളെയാണ് എങ്കിൽ ഹമാസിനോട് ഞങ്ങൾക്കാർക്കും നിങ്ങൾ കരുതുന്നത് പോലെ അങ്ങനെ വലിയ പ്രണയമൊന്നുമില്ല. ഹമാസ് നടത്തുന്നതും കലാപങ്ങളും ഹമാസ് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെയും ഒരുപോലെ വിമർശിക്കുമ്പോൾ ഇസ്രായേൽ നടത്തുന്ന കുട്ടികൾക്കെതിരെ, സ്ത്രീകൾക്കെതിരെ, സാധാരണ മനുഷ്യർക്കെതിരെ നടത്തുന്ന ആക്രമണത്തെയാണ് അപലപിക്കുക. ബേബിയുടേതായിട്ടുള്ള ഞാൻ അങ്ങേക്ക് സംസാരിക്കാൻ ഇഷ്ടംപോലെ സമയം തരാം, അങ്ങിരുന്നാൽ മാത്രം മതി. ഈ ഗസയിൽ സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഇസ്രയേൽ തേടിപ്പിടിച്ച് ആക്രമിച്ചതാണോ, അതോ രാത്രിയുടെ മറവിൽ മുന്നറിയിപ്പില്ലാതെ കടന്നു കയറി തട്ടിക്കൊണ്ടുപോയി കുട്ടികളെയും സ്ത്രീകളെയും കൊലപ്പെടുത്തിയിട്ട് തിരിച്ചടി ഭയന്ന് നാണമില്ലാതെ, ചങ്കൂറ്റമില്ലാതെ, അന്തസ്സില്ലാതെ സ്ത്രീകളെയും കുട്ടികളെയും മുന്നിൽ നിർത്തി മനുഷ്യകവചം തീർക്കുകയാണോ ചെയ്തത്? അവരെ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാൻ അനുവദിക്കാതെ അവിടെ തടഞ്ഞു നിർത്തുകയാണോ ചെയ്തത്? ഭീരുത്വമല്ലേ കാണിച്ചു? അങ്ങ് ന്യായീകരിച്ചോളൂ. പക്ഷേ ശ്രീ MA ബേബിയുടെ നിലവാരത്തിലേക്ക് താഴാതെ ന്യായീകരിക്കൂ ശ്രീ ഹസ്കർ. അങ്ങനല്ല പ്രദീപ് മനസ്സിലാക്കേണ്ടത്. ബേബിയുടെ നിലവാരത്തിലേക്ക് ഉയരുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ദൈക്ഷണിക ബോധത്തിലേക്ക് ഉയരുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം നിങ്ങൾ കരുതുന്നത് പോലെ ഇന്നലെ പെയ്ത മഴയിൽ കുതിർത്ത തകരയെന്നല്ല. അദ്ദേഹം തന്റെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം മുതൽ ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. അല്ലാതെ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്നൊരു മലയാളിയെ CPIന്റെ പാർട്ടിയുടെ സെക്രട്ടറി ആക്കിയെന്നല്ല. ബേബിയുടെ ചരിത്രവും ബേബിയുടെ ദൈക്ഷണികമായ നിലപാടുകളും കമ്മ്യൂണിസ്റ്റ് ബോധ്യവും ഒക്കെ വളരെ കൃത്യമായി ബോധ്യമുള്ള എന്റെ നാട്ടുകാരൻ കൂടിയാണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിൽ എനിക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരാൾ കൂടിയാണ്. അപ്പോ തുടക്കത്തിൽ അങ്ങ് ജോയിൻ ചെയ്യാൻ വൈകിയതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ എല്ലാ ഗുണഗണങ്ങളും വാഴ്ത്തിപ്പാടി. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചത്. ബുദ്ധിജീവിയാണ്, ബുദ്ധിമാനാണ്, കലാസ്നേഹിയാണ്, കലാപ്രേമിയാണ്, കലാസ്വാദകനാണ്, സാഹിത്യ കുതുകിയാണ്, സംഗീതപ്രേമിയാണ്, സംഗീത ആക്ടിവിസ്റ്റ് ആണ്. ഇതെല്ലാം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, അങ്ങ് മിസ് ചെയ്താണ്. ഞാനത് കേട്ടു. ഒന്ന്. രണ്ട്, അദ്ദേഹം ഇപ്പൊ എടുത്തിരിക്കുന്ന നിലപാട് എന്താ? ഓപ്പറേഷൻ സിന്ദൂറിനെതിരല്ല നിലപാട്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയുടെ വിജയം എന്ന അർത്ഥത്തിൽ നിങ്ങൾ അതിനെ വ്യാഖ്യാനിക്കേണ്ട. ഏതൊരു ഇന്ത്യക്കാരനും ആഗ്രഹിച്ചതായിരുന്നു ഒരു തിരിച്ചടി. ആ തിരിച്ചടി നിശ്ചയമായും നൽകണമായിരുന്നു എന്നുള്ള അഭിപ്രായം. പക്ഷെ എല്ലാ ഭീകരാക്രമണങ്ങളെയും പാകിസ്ഥാനെതിരെ എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ചരിത്രം കൂടി പരിശോധിക്കണം. ഇന്ത്യയും പാകിസ്ഥാനും വിഭജനം നടക്കുന്ന സമയത്ത് ഇന്ത്യക്കുള്ളതുപോലെ മനുഷ്യ വിഭവശേഷിയും ഇന്ത്യക്കുള്ളതുപോലെ വിഭവശേഷിയുള്ള ഒരു രാജ്യം തന്നെയായിരുന്നു പാകിസ്ഥാൻ. ഒരു സംശയമില്ലല്ലോ. പാകിസ്ഥാൻ എന്തുകൊണ്ട് ഇന്ത്യയോടൊപ്പം വളരാനായില്ല എന്നുള്ളൊരു ചോദ്യം ഇന്നും ലോകത്താകമാനം ചർച്ച ചെയ്യുന്നുണ്ട്. സാമൂഹ്യ നിരീക്ഷകന്മാർ പഠിക്കുന്നു,
എക്കണോമിസ്റ്റുകൾ പഠിക്കുന്നു. എന്തുകൊണ്ട് പാകിസ്ഥാന് ഇന്ത്യയോടൊപ്പം വളരാനായില്ല എന്നുള്ളതൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് പാകിസ്ഥാന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു, അത് ഇന്ത്യ വിരോധമാണ്. ഇന്ത്യ വിരോധം മാത്രം ജനങ്ങൾക്കുമേലും തീവ്രവാദത്തെയും സൈനിക ശേഷിയെയും വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിച്ചു എന്ന മഹാ അപരാധമാണ് പാകിസ്ഥാൻ നേതൃത്വം നാളിതുവരെ ചെയ്തിട്ടുള്ളത്. അത് ഇന്ത്യ തുടരാൻ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് നിങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോ അതിന്റെ ഭരണ നേതൃത്വത്തിന്റെ കൂടി രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. ആ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന് മന്ത്രിക്കുന്ന, ആ മന്ത്രം ഉച്ചരിക്കുന്ന ഒരു സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നാണ് സംഘപരിവാറിന്റെ രാഷ്ട്രീയമെങ്കിൽ അവിടെ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും രാഷ്ട്രീയം വരാൻ പാടില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഉയർത്തുന്ന അല്ലെങ്കിൽ RSS ഉയർത്തുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറുപ്പിന്റെയും അപരമത വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയമാണ്. അതിനു മുമ്പ് അങ്ങ് ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു. ഞാൻ ഒന്ന് വിശദീകരിച്ചോട്ടെ. അങ്ങ് പറഞ്ഞ പോയിന്റ്സ് പെട്ടെന്ന്, കാര്യം അങ്ങ് പെട്ടെന്ന് പോകും. ഒന്ന്, മോദിയുടെ വിജയം എന്നുള്ളതിൽ അങ്ങ് വിയോജിപ്പ് രേഖപ്പെടുത്തി. എങ്ങനെ പറയാതിരിക്കും സർ? മുംബൈ ടെറർ അറ്റാക്ക് അങ്ങ് മറന്നിട്ടുണ്ടാവില്ലല്ലോ. അവിടെ കണ്ട കാഴ്ച എന്താണ്? മെഴുകുതിരി തെളിച്ചു. എന്നിട്ട് എല്ലാവരും സമചിത്തത പാലിക്കണം, സംയമനം പാലിക്കണം. ഈ ഘട്ടം കടന്നു പോകാൻ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പോരാടാം, എല്ലാ കഷ്ടപ്പെടുന്നവർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രിയും സൈഡിൽ നിന്ന ഉപപ്രധാനമന്ത്രിയും. ശ്രീ ഹസ്കർ, അങ്ങ് ധാരാളം യാത്ര ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാം. അങ്ങേക്ക് പറയാനുള്ളത് പലതും അങ്ങേക്ക് ഈ ചാനൽ ഡിബേറ്റിൽ പറയാൻ പറ്റില്ല എന്ന് പറയാം. അങ്ങയുടെ സൈനിക സുഹൃത്തുക്കളോടൊന്ന് ചോദിക്കണം, വിരമിച്ചവരോടൊന്ന് ചോദിക്കണം വ്യത്യാസം എന്താണ് എന്ന്. ആത്മധൈര്യം, ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസും മൊറാലും, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് സൈന്യത്തിന്. പോയി നിൽക്കുന്നത് മൈക്ക് പിടിച്ചുള്ള ഇത്തരം പ്രസംഗങ്ങൾക്ക് മുന്നിലല്ല, അവിടെ നിന്ന് യാതൊരു നെറിയുമില്ലാതെ വെടിയുതിർക്കുന്ന പട്ടാളത്തിന് മുന്നിലാണ്, മഞ്ഞുമലയിലാണ്, മണലാരണ്യത്തിലാണ്. അങ്ങ് ഓർക്കണം. ഒന്ന്, ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് കയ്യിലിരിക്കുന്ന തോക്കല്ല, അവൻ്റെ ആത്മധൈര്യമാണ്. അവനോടൊപ്പം ഒരു രാഷ്ട്രം മുഴുവനുണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ്. അവനോടൊപ്പം ഭരണ നേതൃത്വം എന്നുമുണ്ട് എന്നുള്ള ആ ഉറപ്പാണ്. നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് തന്നിരിക്കുന്നു, എന്ത് ചെയ്തോ യുക്തമായി തിരിച്ചടി നൽകൂ എന്ന് പറയുന്ന ഒരു ഭരണ നേതൃത്വമാണ്. ആ ഭരണ നേതൃത്വം ആദരിക്കപ്പെടും. ഈ ജനൻ TV നോക്കണ്ട. അങ്ങ് രാഷ്ട്രീയത്തിലില്ലാത്ത, മാധ്യമമേഖലയിലില്ലാത്ത സൈനിക സുഹൃത്തുക്കളോട് അങ്ങ് സംസാരിക്കുക. പിന്നെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വന്ന് നിന്റെ സൗകര്യത്തിന് ഇവിടെ വെടിയുതിർത്തിട്ട് പോ, ഞങ്ങളിങ്ങനെ ഇരുന്ന് തരാമെന്നാണോ സർ? അതോ ഇവിടെ ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ ആത്മവിശ്വാസത്തോടെ, അഭിമാനത്തോടെ, ആത്മഗൗരവത്തോടെ നെഞ്ചുയർത്തി നിൽക്കുന്നതിലാണോ ലോക സമസ്ത സുഖിനോ ഭവന്തു ഇരിക്കുന്നത്? ആർക്കും നെഞ്ചത്ത് കയറി അമ്മാനമാടാനും തോന്നുംപടി കയറി വന്ന് ആക്രമിക്കാനുമുള്ള സ്വാതന്ത്ര്യമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത്. രാഷ്ട്രം ശക്തമാക്കണം, രാഷ്ട്രത്തിലെ ജനങ്ങൾ സുരക്ഷിതരാവണം. അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഈ പ്രത്യയശാസ്ത്രവും പ്രസംഗവും അങ്ങേക്ക് തുടരാം. പ്രദീപ്, അങ്ങ് മനസ്സിലാക്കേണ്ടത് ദേശീയത എന്ന് പറയുന്നത് ഭൂപടത്തിന്റെ അതിരുകളിൽ നിശ്ചയിക്കപ്പെടണം എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് കവിത. ശരി, പറയൂ. അല്ല, അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ലോക സമസ്തോ സുഖിനോ ഭവന്തു എന്ന മന്ത്രം, ആ മന്ത്രത്തിന്റെ വ്യാപ്തി ഇപ്പോഴും സംഘപരിവാറുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അല്ല, അത് നിങ്ങൾ 4000 വർഷം അവകാശപ്പെടുന്ന സാംസ്കാരിക പശ്ചാത്തലത്തിന്റെ പിന്തുണയോടുകൂടി നിങ്ങൾ അവകാശപ്പെടുന്നതാണ്. ആ അവകാശവാദം നിങ്ങൾക്ക് വിദ്വേഷവും വെറുപ്പും മാത്രം സൃഷ്ടിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടാണ്. അത് എല്ലാ ഭരണാധികാരിയുടെയും ഏകാധിപതികളുടെയും സ്വഭാവമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സൈന്യം എന്ന് പറയുന്നത് അടിച്ചമർത്തലിന്റെ, മർദ്ദനത്തിന്റെ ഉപകരണമായി സുരക്ഷയുടെയും ആത്മവിശ്വാസത്തിന്റെയും ആൾരൂപങ്ങളാണ് സൈന്യം. സൈന്യത്തെ അപമാനിച്ച ചരിത്രം ഒരു RSSനുമില്ല. സൈന്യത്തെ അവഹേളിച്ച ചരിത്രം അങ്ങയുടെയും അങ്ങ് സഹയാത്രികനായ പാർട്ടിയുടെയും അതിന്റെ നേതാക്കൾക്കുമാണുള്ളത്. ഒറ്റ കാര്യം കൂടി, ഇൻസൈറ്റഡ് ആൻഡ് ഓർഗനൈസ്ഡ് ബൈ പാകിസ്ഥാൻ എന്നൊരു വാക്ക് ശ്രീ MA ബേബി ഉപയോഗിച്ചു. അങ്ങനെ പറയരുതേ എന്ന്. അപ്പൊ ഇവർ എവിടുന്ന് വന്നതാണ്? ഇവരെ സഹായിച്ചതാരാണ്? അങ്ങോട്ട് നമ്മൾ ആക്രമിച്ചപ്പോൾ തകർന്നു വീണ താവളങ്ങൾ ഏതൊക്കെയാണ്?